യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വിളിക്കാം, പക്ഷേ അത് നേരിൽ സംസാരിക്കുന്ന പോലെ ആവില്ലല്ലോ. എങ്ങനെയായാലും സംസാരിച്ച പോരെ. നേരിട്ട് കാണണമെന്ന് എന്ത് ഇത്ര നിർബന്ധം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമയം, പ്രത്യേകിച്ച് വിഷു ദിവസം. അന്നാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി തന്നെ തീരുമാനിക്കുന്നത്. എല്ലാം വിചാരിക്കുന്ന പോലെ നടന്ന വിഷുവോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അത് കഴിഞ്ഞ് ജീവന് തരാനുള്ള ക്യാഷും തിരിച്ചു തരാൻ പറ്റും. മഞ്ചാടി എന്തൊക്കെയോ മറച്ചു വെച്ചുകൊണ്ടാ എന്നോട് സംസാരിക്കുന്നു. അതും എന്നെ ഒരു അന്യനായി കണ്ടു. ഏയ്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ജീവന് വെറുതെ തോന്നുന്നതാ. എന്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാ ജീവൻ. അത് മതി. ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടാ മഞ്ചാടിയെ കാണുന്നത്. സത്യം പറഞ്ഞ മഞ്ചാടിയെ കുറച്ചു ദിവസം കാണാൻ സാധിക്കുന്നില്ലെന്ന് ഓർക്കുമ്പോൾ മനസ്സിലൊരു പെയിൻ തോന്നുന്നുണ്ട്. അതിന്റെ ആവശ്യം എന്താ? വിഷു കഴിഞ്ഞ് വീണ്ടും ക്ലാസ് തുടങ്ങല്ലേ? അതെ, എന്നാലും താൻ ജ്യൂസ് കുടിക്കും. ഡോക്ടർ, എന്താ? ഡോക്ടർ, ഞാൻ ഇറങ്ങിക്കോട്ടെ. പുതിയ പേഷ്യന്റിന്റെ കാര്യം ഞാൻ വേണുചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മനസ്സമാധാനവും ഇല്ല. അതാ കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് വെച്ചത്. സോനിക്ക് എന്തിനത്ര ടെൻഷൻ? ശ്യാം ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു പോയ പേഷ്യന്റ് അല്ലേ? ഒരാൾ മിസ്സാവുമ്പോഴാണ് അയാൾക്ക് നമ്മുടെ മനസ്സിൽ എന്ത് സ്ഥാനം ഉണ്ടാകുക എന്ന് മനസ്സിലാവുക അല്ലേ? ഇല്ല ഡോക്ടർ, എന്റെ മനസ്സിനെ ബാധിക്കുന്ന ടെൻഷനൊന്നുമില്ല. ശ്യാമിനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയത് എന്റെ അമ്മയും ഏട്ടനോ. അവർക്ക് ശ്യാമിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അയാൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ എന്റെ അമ്മയും ഏട്ടനും മറുപടി പറയേണ്ടി വരുമല്ലോ എന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. മനുഷ്യ മനസ്സിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. കുറച്ചു നാളായില്ലേ ഞാൻ സോനയും ശ്യാമിനെയും കാണാൻ തുടങ്ങിയിട്ട്. ശ്യാമിനിപ്പോൾ മയക്കുമരുന്നുള്ള ടെൻഡൻസി കുറഞ്ഞതേ ഉള്ളൂ. അതിന് പ്രധാന കാരണം സോനയാ. അവൻ മയക്കുമരുന്ന് ഉപേക്ഷിച്ച് മറ്റൊരു ലഹരിയിൽ അഭയം കണ്ടെത്തുക. ആ ലഹരിയാണ് സോന. ഡോക്ടർ, ഒന്നും പേടിക്കണ്ട. സോനയെ ഒരിക്കലും ശ്യാം ഡിസ്റ്റർബ് ചെയ്യില്ല. താൻ അകന്നു നിൽക്കുന്തോറും അവന്റെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ട് അയാളെ പൂർണ്ണമായി രക്ഷിച്ചെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, വീണ്ടും ഒരുമിച്ചൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. ഇല്ല ഡോക്ടർ, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നേ ഇല്ല. എന്നാൽ ശ്യാമിന് അപകടമൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അയാള് വീണ്ടും മയക്കുമരുന്നിനെ ആശ്രയിക്കാൻ ഇടയുണ്ടോ ഡോക്ടർ? അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സോന. സാഹചര്യമാണ് പലപ്പോഴും വില്ലനാവുന്നത്. മയക്കുമരുന്നടിച്ച ആരെങ്കിലും കണ്ടെത്തുക, ലഹരിയുടെ ഗന്ധം പറഞ്ഞ് അതിന്റെ പുറകെ പോകാൻ തോന്നുക, ആരും തടയാനില്ലെങ്കിൽ അവർ പെട്ടെന്ന് അതിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഈശ്വര, ശ്യാം അങ്ങനെ എന്തെങ്കിലും തേടി പോയതായിരിക്കും ഡോക്ടർ? ശ്യാം ഇനി മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എന്തായിരിക്കും റിയാക്ഷൻ? എങ്ങനെയും ആവാം. ചിലപ്പോൾ അക്രമകാരിയായേക്കാം. ഒരാളെ കൊല്ലാൻ പോലുള്ള ധൈര്യവും കരുത്തും അപ്പോൾ അവർക്കുണ്ടാവും. അതല്ലെങ്കിൽ സ്വയം ജീവനെടുക്കാനുള്ള ചിന്ത. ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലായിരിക്കും ഇത്തരക്കാർക്ക്. രണ്ടും ഒരുപോലെ അപകടമാണ്. ശ്യാമിന്റെ കാര്യത്തില് ഇതൊന്നും സംഭവിക്കില്ലെന്ന് വിചാരിക്കാം. ശരി ഡോക്ടർ, ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. ഓക്കെ, ഒന്ന് പോയി അന്വേഷിക്കും. ആന്റി അപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന ഉദ്ദേശത്തിൽ ഇറങ്ങിയതല്ലേ? അതെ. മാഷ് വീട് വിറ്റാലേ രഘു രക്ഷപ്പെടും. രഘു രക്ഷപ്പെട്ടാലോ അവൻ മാഷിനെയും മക്കളെയും സംരക്ഷിക്കും. ആ കുടുംബം അങ്ങനെ സ്വസ്ഥമായിട്ട് കഴിയുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ ഇന്ദ്രൻ വീട് വിൽക്കാൻ സമ്മതം കൊടുത്തിരിക്കല്ലേ? ആന്റിയുടെ വാക്ക് കേട്ട് ഇന്ദ്രനെ സ്വന്തം അച്ഛനെതിരെ തിരിക്കാൻ അനുപമ തയ്യാറാവുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ഹേയ്, ഇന്ദ്രൻ വീട് വിൽക്കാൻ സമ്മതിച്ചതേ അനന്തം മാഷിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അയാളും ആ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അതോടെ തീരുമല്ലോ എന്ന് കരുതിയിട്ടാ.
അങ്ങനെ സംഭവിച്ചാൽ അനുപമയ്ക്ക് അവളുടെ ബന്ധുക്കളെയൊക്കെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഇന്ദ്രനെ ആ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം തന്നെ എന്റെയും ആഗ്രഹം. എന്നിട്ടും സുശീലാന്റി മരുമകളെ കാണാൻ വന്നതിന്റെ ഉദ്ദേശമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ശ്യാമിനും സോനയ്ക്കും അടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. എന്റെ പൊന്നോ, അപാര ബുദ്ധി തന്നെ. അല്ല, സോനയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ശരിക്കും മനസ്സിലാവണമല്ലോ. ശ്യാമിന് വേണ്ട എല്ലാ സഹായവും അവള് ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ കൂടെ ജീവിക്കാൻ മാത്രം തയ്യാറല്ല. ഇന്ന് ഞാനിവിടെ തങ്ങിയ നാളെ രാവിലെ ശ്യാമിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ സോനയ്ക്ക് അവിടെ പോയേ പറ്റൂ. ചികിത്സാ കേന്ദ്രത്തിൽ വെച്ച് അവര് തമ്മിൽ കാണുന്നതും ശ്യാമിന്റെ വീട്ടിൽ വെച്ച് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നീ നോക്കിക്കോ ഹർഷേ, ഞാൻ തിരിച്ചു ചെല്ലുമ്പോഴേക്കും അവര് രണ്ടുപേരും ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കും. ആന്റിയുടെ കണക്കുകൂട്ടലുകളൊന്നും സാധാരണ തെറ്റാറില്ല. അല്ല, ആന്റി ചായ കുടിക്ക്. എന്നാലും വീട് പൂട്ടി ശ്യാം എങ്ങോട്ടാവും പോയത്? അകത്തുനിന്നാണല്ലോ റിങ് കേൾക്കുന്നേ. ഒന്നുകിൽ ശ്യാം ഫോൺ എടുക്കാതെ എങ്ങോട്ടോ പോയി, അല്ലെങ്കിൽ ഇതിനകത്ത് വെച്ച് അവൻ എന്ത് സംഭവിക്കാനാ? എങ്ങോട്ടേലും പോയതായിരിക്കും. അമ്മ ഇന്ന് നാട്ടിലേക്ക് പോയത് എല്ലാത്തിനും കാരണം. ഉച്ചയ്ക്ക് ശ്യാമിനെ ലഞ്ചുമായിട്ട് വന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ആരോടും മിണ്ടാതെ ബോറടിച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങി നടന്നതോ. അമ്മ തിരിച്ചെത്തിയൊന്ന് ചോദിക്കാം. വന്നെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. വലിയ കാര്യത്തിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നല്ലേ. അയ്യോ, പറഞ്ഞു നാക്കെടുത്തപ്പോഴേക്കും അവള് വിളിച്ചല്ലോ. അമ്മ എപ്പോ വരുമെന്ന് ചോദിക്കാനായിരിക്കും. എങ്കിലേ എടുത്തിട്ട് നാളെ വരുള്ളൂ എന്ന് പറ. ആ, അത് വേണ്ട. ഇപ്പൊ പറഞ്ഞാലേ അവൾ എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ എത്താൻ പറയും. തൽക്കാലം ഫോൺ എടുക്കാതിരിക്കാം.